ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്മൈൽ ആൻഡ് ഷാഡോ യൂട്യൂബ് ചാനലിൽ. ഇന്നൊരു ശനിയാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ ഒരു ലോങ് വീഡിയോ എടുത്താലെന്ന് വിചാരിച്ചു. ഉച്ച കഴിഞ്ഞ ചോറൊക്കെ ഉണ്ട് അവിടെ ഇരുന്ന്. അപ്പം ഒന്ന് വെയിൽ കൊണ്ടാലോ എന്ന് പറഞ്ഞപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ പുറത്തേക്ക് പോകുമ്പം എവിടെ പോയാലും ഗണപതിക്ക് തേങ്ങ അടക്കണമല്ലോ. അതേപോലെ തന്നെ എനിക്കൊരു ഓറഞ്ച് ജ്യൂസൊക്കെ മേടിച്ചത് സൈഡാക്കിയിട്ടുണ്ട്. വണ്ട് നേരെ സൂക്ക് വാക്കിഫിലേക്ക് വിട്ടിട്ടുണ്ട് കേട്ടോ. നേരെ ഞങ്ങൾ സൂക്ക് വാക്കിഫിലേക്ക് എത്തി. അവിടെ ബേർഡ്സ് മാർക്കറ്റാണ് ആദ്യം ഞങ്ങൾ പോയത് കേട്ടോ. അവിടെ ചെന്നപ്പോൾ ആദ്യമേ കുറച്ച് കുഞ്ഞ് ആമക്കുട്ടന്മാരെ കണ്ടു. അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സിൽ വെറൈറ്റി കിളികൾ, ലവ് ബേർഡ്സ് ഉണ്ടായിരുന്നു, തത്ത എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഇങ്ങനെ കണ്ട് കളറൊക്കെ അടിച്ചതാണോ അതോ ഇതിൻ്റെ കളർ ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. അടിപൊളി കളേഴ്സിൽ, ഡിഫറെൻറ്റ് കളേഴ്സിൽ ഞാൻ കാണാത്ത പർപ്പിളൊക്കെ കളറിലുള്ള കിളികളൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞാമകളെ കണ്ടത് പോരാഞ്ഞിട്ട് വലിയ ആമക്കുട്ടന്മാരെയും കണ്ടു. പിന്നെ എനിക്ക് പേരറിയാത്ത കുറേ ജീവികളെയൊക്കെ അവിടെ കണ്ടു. കുറച്ച് പേരൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്ത് വിട്ടു കേട്ടോ. പിന്നെ തത്തകൾ നല്ല ഭംഗിയുണ്ടാകും. നമ്മുടെ ചുണ്ട് നല്ല ചുമന്ന ചുണ്ട്. പിന്നെ നമ്മുടെ പർപ്പിളും അതേപോലെ തന്നെ റോസ്, നല്ല കളേഴ്സിൽ കുറേ കിളികൾ കണ്ടില്ലേ. ഈ ഐറ്റംസൊക്കെ അവിടെ മേടിക്കാൻ കിട്ടും. നമ്മുടെ പെറ്റ്സിന് വേണ്ട എല്ലാ ഐറ്റംസും കിട്ടും. പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ എടുക്കുന്ന നമ്മുടെ നാടൻ കോഴികൾ, പൂങ്കോഴി, മെടക്കോഴി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. മേടിക്കുന്നവർക്ക് ഇഷ്ടം പോലെ മേടിക്കാം. പിന്നെ നമ്മുടെ ടർക്കിഷ് ഐസ്ക്രീം, അതേപോലെ തന്നെ നമ്മുടെ സൂക്ക് വാക്കിഫിൽ പോയ പ്രാവ് അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടാണ്. അതേപോലെ തന്നെ ഈ ഒരു സംഭവം, ഇതും അവിടുത്തെ ഈ ഒരു കിണറും അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആണ് കേട്ടോ. പിന്നെ അവിടെയൊക്കെ ചുറ്റും ഒന്ന് കണ്ട് അവിടെയൊക്കെ ഒന്ന് സെൽഫി വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ അല്ലാതെ ഒന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ നോക്കി. അവിടെ പരിസരമൊക്കെ പറ്റുന്ന പോലെയൊക്കെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തു. അവിടെ ഇങ്ങനെ ഇളം വെയിൽ കൊണ്ട് ഇവിടിരിക്കാൻ നല്ല സുഖമാണ്. നല്ലൊരു ക്ലൈമറ്റ് അല്ലേ ഇപ്പോൾ. അപ്പം പ്രാവിനെ എടുക്കാനാണ് ആകാശത്ത് നോക്കുന്നത്. പക്ഷേ കാര്യമായിട്ടത് പറഞ്ഞില്ല, അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്ത് പിന്നെ നമ്മുടെ ടർക്കിഷ് ചേട്ടൻ്റെ മുമ്പിൽ വന്നു. അവിടെ നിന്ന് നേരെ പോയത് ഒരു മീനുകളുടെ കലവറയിലേക്കാണ് പോയത്. ഇഷ്ടം പോലെ ഷോപ്പുകളുണ്ട് കേട്ടോ മീനെ മേടിക്കുന്നവർക്ക്. അപ്പം ഇതുങ്ങളെയൊക്കെ കണ്ടു, ഇതുങ്ങളുടെയൊക്കെ ഭംഗി ആസ്വദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നു. ഇഷ്ടംപോലെ വെറൈറ്റി ഉണ്ട്. എത്ര വീഡിയോ എടുത്താലും നമുക്ക് തികയത്തില്ല, അതുകൂട്ട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും വീഡിയോസൊക്കെ എടുത്തു. രണ്ടെണ്ണം ഇരുന്ന് ഉറങ്ങുന്നു. തണുപ്പല്ലേ, സ്വാഭാവികം ഉറങ്ങിപ്പോകും. അവരൊന്ന് ഉറങ്ങിക്കോട്ടെ, നമുക്ക് വീഡിയോ എടുക്കാം. ഞങ്ങൾ അവിടെ നിന്ന് മുമ്പോട്ട് ഇങ്ങനെ പോവാണ്. ഓരോന്നൊക്കെ ഇങ്ങനെ ഷോപ്പിൽ കണ്ട വീഡിയോസൊക്കെ എടുത്തു. ഇവൻ എന്നെ കണ്ടപ്പോൾ ഫുഡ് കഴിക്കുമായിരുന്നു. എളുപ്പം എന്നെ കണ്ടപ്പോൾ ഒന്ന് തലപൊക്കി നോക്കിയാൽ ധാരാളം രീതിയിൽ എന്നെ കണ്ട് ഒന്ന് ഹായ് ഒക്കെ പറഞ്ഞു തോന്നുന്നു. പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ മുമ്പോട്ട് പോയപ്പോൾ ഒരു ചേട്ടൻ വരുമ്പോൾ ഇങ്ങ് വാ, ഇതിൻ്റെ അടുത്ത് കൈ വെച്ചോളാം വന്ന് എൻ്റെ കയ്യിലോട്ട് ഇഞ്ഞ് വെച്ചതെന്ന് ഭയങ്കര ഭാവം. ഈവൻ വന്നപ്പോൾ തന്നെ എൻ്റെ തോളത്തങ്ങ് ചാടി കയറി. പിന്നെ എന്തൊക്കെയോ കുത്തിപ്പറക്കുന്നുണ്ടായിരുന്നു. ഞാൻ പേടിച്ചിരിക്കുന്നു. എൻ്റെ കണ്ണങ്ങാണവൻ കുത്തിപ്പൊട്ടിക്കോ എന്നൊരു പേടിച്ചിട്ട്. പക്ഷെ എന്നെ ഉപദ്രവിച്ചൊന്നുമില്ല. അവനെ കുറച്ചൊന്ന് സ്നേഹിക്കാൻ നോക്കിയതാണെന്ന് തോന്നുന്നു. അതോ വല്ല കാര്യം പറഞ്ഞാണോന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ പേടിച്ചു. പിന്നെ ഇവൻ കുഴപ്പമില്ലായിരുന്നു, ഇപ്പം പാവമായിരുന്നു. ഇവൻ സ്മാർട്ടായിട്ട് എൻ്റെ കയ്യിലിരുന്ന് എന്നെ കുറച്ച് നേരം കണ്ട് അവിടെ അങ്ങോട്ടും ചാടി ഇങ്ങോട്ടും ചാടി ഇവൻ നിൽക്കുമായിരുന്നു. എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടായിട്ടൊരു സംഭവമായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നമ്മുടെ മെറ്റീരിയൽസൊക്കെ ഇഷ്ടംപോലെ മേടിക്കാൻ കിട്ടും. നമ്മൾ അവിടെ പോയി സെലക്ട് ചെയ്ത് ബാർഗെയിൻ ചെയ്ത് മേടിക്കാം. പിന്നെ ലൈറ്റ്സിൻ്റെ ഇഷ്ടംപോലെ വെറൈറ്റി കളക്ഷൻസ്, ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട്. പിന്നെ അവിടെ നമ്മുടെ തനതായ ഖത്തറിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാനും ഒരു കുഞ്ഞു മിനി മ്യൂസിയം പോലെ എല്ലാം കാണാനൊക്കെ പറ്റും. അവിടെ നിന്ന് വണ്ടി നേരെ നമ്മുടെ ബോക്സ് പാർക്കിലേക്ക്. ഖത്തറിൽ നമുക്ക് എവിടെ പോയാലും ഇവിടെ എനിക്കിവിടെ ഇഷ്ടമാണ് ഈ ഒരു സ്പോട്ട്. എവിടെ പോയാലും ഇതുവഴി ഒന്ന് ചുറ്റി പോകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അവിടെ പണ്ട് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് വണ്ടി നേരെ മുമ്പോട്ട് പോയി. നേരെ ഇനി മുമ്പോട്ട് പോകണമെങ്കിൽ നമ്മുടെ ഓൾഡ് പോർട്ടിലേക്കാണ് നേരെ ചെന്നപ്പം കിടക്കുന്നു നമ്മുടെ കപ്പൽ ഒരെണ്ണം വന്ന് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കണ്ടു. അപ്പോൾ അതുപോലെ ഇവിടെയും പാർക്കിംഗ് ഇല്ല. നേരെ വണ്ടി അവിടെ നിന്ന് ചുറ്റിവിടാന്ന് വെച്ചപ്പോൾ ആകാശത്തൂടെ എന്തൊക്കെയോ പറക്കുന്നു. സാധാരണ ഇതൊരു ഫ്ലൈറ്റാണ് പറക്കാതെ. നോക്കിയപ്പോൾ ഫ്ലൈറ്റ് അല്ല, കൈറ്റായിരുന്നു നമ്മുടെ പട്ടം. അത് കുറേ നേരം കണ്ട് ആസ്വദിച്ച് സൂര്യൻ ബൈ പറയുന്നു. അപ്പം ഞാനും ബൈ പറയുവാണ്. നല്ലൊരു വീഡിയോ ഇട്ട് തരാം. ബൈ.